കണ്ടാ ഗ്ലോബൽ വില്ലേജിന്റെ മൊത്തം വ്യൂ കണ്ടാ. ഇത് കാണുന്ന വ്യൂ ഒന്നും നല്ലട്ടാ, ഒന്നും നല്ലത്. അതെയോ നോക്കടാ നോക്കടാ, മുറി നോക്ക്. ഗ്രാൻഡ് മേരി റീച്ചേക്ക് പോണ്ടിട്ടാ വരുന്നുണ്ടാ. ചോദിക്കാൻ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒരു ഭയം. ലവ്ലി, താങ്ക് യു സോ മച്ച്. സൂപ്പറല്ലേ നമ്മുടെ ഐസ്ക്രീമും സ്റ്റിക്കി റൈസും കേട്ടോ. നമ്മളീ തായ്ലാൻഡിൻ്റെ വന്നിട്ട് ജാപ്പനീസ് ഡെസേർട്ട് പഠിച്ചാട്ടോ. ഗ്ലോബൽ വില്ലേജിൽ വന്നപ്പോൾ കണ്ടാട്ടോ ജയൻ്റെ പടം പഠിപ്പിച്ചു. സൂപ്പർ. നമസ്കാരം. നമ്മളിന്നേ ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നോക്കാൻ കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ രണ്ടാമത്തെ എൻട്രൻസിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുറേ ഷോപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നിങ്ങളേ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഇതുണ്ടാ പ്യുവർ വെജ് ഇന്ത്യൻ ചാറ്റ് ബസാർ കേട്ടോ. നമ്മൾ പോയി ഓർഡർ ചെയ്തതിന് ശേഷം മുകളിൽ നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അടിപൊളിയായിട്ടില്ലേ? വെജിറ്റേറിയൻസിന് ഒരു പ്രത്യേക കൗണ്ടർ കേട്ടോ. ഇന്ത്യൻ പവലിയൻ്റെ നേരെ ബാക്കിൽ അത് വരണം. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്ന ഫുഡാണ് കേട്ടോ മഞ്ചൂരിയൻ മാഗി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മാഗി നൂഡിൽസിൽ മഞ്ചൂരിയൻ സോസൊക്കെ വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ടാ? സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ. അവിടെ കഴിക്കാനൊരു സ്റ്റാൻഡൊക്കെ ഒരു സെറ്റപ്പാക്കി വെച്ചിട്ട് അടിയിൽ സൈക്കിളൊക്കെ വെച്ചിട്ടാ നമുക്ക് നിന്ന് കഴിക്കാം. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഫുള്ളായതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. സ്പൈസിയില്ല. അങ്ങനെ നമ്മൾ മാഗിക്ക് ശേഷം അടുത്ത മേടിച്ച സാധനമാണ് കേട്ടോ പോമിഗ്രാനൈറ്റിൻ്റെ ജ്യൂസ്. 25 dirhams ആണ് കേട്ടോ ഒരു കപ്പിന് ചാർജ് ചെയ്തത്. ഐസും മധുരം ഒന്നുമില്ല, പ്യുവർ പോമിഗ്രാനൈറ്റ്. 25 dirhams. 25 dirhams ആണ് ഫ്രിഡ്ജിയുടെ മുഖം പോയിട്ട് നമുക്ക് ലുക്ക്. നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടേ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിയുമ്പോൾ സൗദി അറേബ്യൻ്റെ പവലിയനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പുറത്ത് മൊറോക്കോൻ്റെ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, യമൻ ഉണ്ട്, കുവൈറ്റ് ഉണ്ട് കേട്ടോ. നേരെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇറാഖ് ഉണ്ട്, ജോർദാൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ലെബനോനും ഉണ്ട്. നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത ഏതെങ്കിലും ഒരു വെറൈറ്റി സാധനങ്ങൾ നോക്കാമെന്നുള്ള പ്ലാനിൽ നടക്കാം കേട്ടോ. ഈ പേർഷ്യൻ കബാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇറാനിയൻ റെസ്റ്റോറൻറ്റ് കാണാം. അതുപോലെ പാസ്താൻ്റെ ഒരു ഇറ്റാലിയൻ പാസ്താൻ്റെ ഷോപ്പ് കാണാം. യമൻ്റെയും ബഹ്റിൻ്റെ ഒക്കെ പവലിയനോടെ കാണാം കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് വേണം നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മളെല്ലാ ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് ഐസ്ക്രീം കൊടുക്കണം കാണാം. ടർക്കിഷ് ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ കൗണ്ടറാണ് കേട്ടോ അത്. അങ്ങനെ കൊടുക്കണം കാണാം. എല്ലാത്തിലും ഇങ്ങനെ പറ്റിക്കുന്ന പരിപാടിയിലൊന്നും ഉണ്ട്. അവർ കൊടുക്കുന്നുണ്ട് അവർ. അടിപൊളിയായിട്ടില്ലേ? ഈ ഐസ്ക്രീമിന് ഭയങ്കര ബേലാണ്. നമ്മൾ മറ്റേ ഐസ്ക്രീമുകൾ അത്ര സോഫ്റ്റ് അല്ലത്. അടുത്തത് നമ്മളേ ഇവിടെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന് നോക്കണം കേട്ടോ. ഫസ്റ്റ് ഒരു കോക്കനട്ടിൻ്റെ കൊക്കോ ബൈ കൊയ് എന്നുള്ള ഒരു സംഭവമാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള നാളികേരത്തിന് ഇവർ വേറെ റേഞ്ചിലാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടാവും. കരിക്കണത് ഈ കാണുന്ന മുഴുവൻ കേട്ടോ. സൂപ്പറായില്ലേ? ഒരുപാട് കോക്കനട്ടിൻ്റെ ഐസ്ക്രീം, കോക്കനട്ട് ക്രീം പൈ, കോക്കനട്ട് കേക്ക്, കോക്കനട്ട് കൊണ്ട് വെറൈറ്റി ലോഡ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഐഡിയ അല്ലേ? റേജീൻസ് അവയൊക്കെ പോയി അവിടെ പോണ്ട്, ഫ്രണ്ടിൽ പോണ്ടിട്ടാ. ഇവിടെ മറ്റേ സാധനങ്ങൾ വന്നിട്ടാ നമ്മുടെ മസിൽസ്, പ്രോൺസ്, ക്രാബ്, സ്ക്വിഡ്, ഒക്ടോപ്പസ് അല്ലാതെ മേടിക്കാന്നറിയില്ല. അടിപൊളിയല്ലേ സംഭവം? നോക്ക്, ഒക്കെ ഗ്രില്ലാക്കി വെച്ചിട്ടില്ല കേട്ടോ. പറഞ്ഞാൽ മേടിക്കണം എന്തായാലും. 4 ഞാൻ ഇത് വടിയൊക്കെ പിടിച്ചിട്ട് തപ്പാട്ട ആൾക്കാർ എവിടെയാണ് സാധനം റെഡി പ്ലേ. റെജി ഞാൻ പിന്നെ കാണാല്ലേ, എല്ലാ വഴിക്ക് പോയി തപ്പി പിടിച്ച് പോകാൻ നോക്കുക. അപ്പോൾ ടേക്ക് ഇറ്റ്, നോ ഇഷ്യൂസ്. നമ്മൾ ദിസ് ഇസ് ലവ്ലി. താങ്ക് യു സോ മച്ച്. സൂപ്പറല്ലേ നമ്മുടെ ഐസ്ക്രീമും സ്റ്റിക്കി റൈസും കേട്ടോ. അതായത് മുക്കിൽ പോയി നിന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഗണ്ട അടുത്ത് പോയി നിന്നിട്ട് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാം. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട് കേട്ടോ. സൂപ്പറല്ലേ? ലൈറ്റൊക്കെ വെച്ചിട്ട് ഡ്രാഗൺ വെള്ളത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡ്രാഗൺ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. പ്രാവശ്യം ഫുൾ LED ലൈറ്റ് ആയിട്ട് ഡ്രാഗണാന്ന് അകലെന്നുകൊണ്ടല്ലേ മനസ്സിലാവുള്ളൂ. നമ്മളേ മാംഗോ സ്റ്റിക്കി റൈസ് മേടിച്ചതും ഐസ്ക്രീം മേടിച്ചതും കഴിച്ചുകൊണ്ട് കേട്ടോ. രണ്ടിനും കൂടിയിട്ട് നമുക്ക് ഏകദേശം 81 dirhams ആയിട്ടാണ് രണ്ടിനും കൂടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കില്ല. മാംഗോ ഐസ്ക്രീമും മാംഗോ കൂടി തിന്നായി അടിപൊളി തിരക്കത്. അല്ല മാത്രമുള്ള മാങ്ങിയിട്ട്. അങ്ങനെ നമ്മളേ നടന്ന് ചൈനീസ് പവലിയനിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാണാല്ലേ ഇവിടെ ഒരു അടിപൊളി ഒരു ഫാൽക്കൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചോണ്ടാ. സൂപ്പറായിട്ടില്ലേ? അവിടെ വേറെ ഗെയിമിൻ്റെ സെക്ഷനാണ് കേട്ടോ.
എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള ഗെയിംസ്, ആക്ടിവിറ്റീസ്, സംഭവങ്ങൾ. റെയിൽവേ മാർക്കറ്റ്, നേരത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടല്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ടാ. റെയിൽവേ മാർക്കറ്റ് തീവണ്ടിയുടെ രൂപത്തിൽ ഉള്ള സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു സ്വീറ്റ് പോയ പോലത്തെ സാധനങ്ങളായിരിക്കും അധികം. ബേക്കറി, മാംഗോൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ. അടുത്തത് നമ്മൾ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടാ. എന്താ ബന്ധോ, ഇലക്ട്രിക്കിൻ്റെ വണ്ടി പോകണുണ്ടല്ലേ, സൂപ്പറായില്ലേ. അതൊന്നും എനിക്ക് എമർജൻസി ഫസ്റ്റ് എയ്ഡ് എന്തോ പോകണമെന്ന് തോന്നിട്ടാ. 3 ചക്രമുള്ള ബൈക്ക്. യെസ്, എന്തുകൊണ്ട് ആ സാധനത്തിൽ അതിൽ ആൻമേരി നീ കയറിക്കും. റേച്ചി ആൻമേരി ഇതിൽ കയറാൻ പോട്ടാ. അതേ പോണു ഉണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ തവണ ഇതിൽ കയറിയതാ. കയറിയിട്ടേ കിളി പോയി മക്കളെ. ഇത്തവണ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഞാനും സാവിയും പോകുന്നില്ല, റേച്ചി ആൻമേരിയും പോകുന്നുണ്ട് ഇതിൽ. കണ്ടാ എത്ര പേര് തീ പോകുന്നുണ്ടാ. ആൾക്കാർ താഴെട്ടാ റൈഡ് ചെയ്ത് നോക്ക്. മുകളിൽ കയറ്റി കേട്ടാ അവരാണ് പോയിട്ട്. നമുക്ക് കയ്യുമ്പോൾ ക്യാമറ വെച്ചിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെയോ, നോക്കടാ നോക്കടാ, മുകളിൽ നോക്ക്. ആൻമേരി റീച്ചേക്ക് പോകണ്ടിട്ടാ. അതിനില്ലേ മുകളിൽ അയ്യോ അമ്മേനെ ആൻമേരി കണ്ടാ. ഓ മൈ ഗോഡ്. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 നില 10 നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റ് ഉണ്ടാവട്ടോ. താഴത്ത് നോക്കി കഴിഞ്ഞാൽ മുകളിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ സീറ്റിൽ ഇരുന്നിട്ട് അറ്റം വരത് ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകുന്നൊരു കിടിലൻ റൈഡാണ്. അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കയറാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറി ചെയ്തിട്ട് അത്യാവശ്യം നല്ല പേടിയായി. പിന്നെ ഈ റെജി മുകളിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു ക്യാമറ വെക്കാനുള്ള ഓപ്ഷൻ തരും. അവിടെ നിന്ന് തന്നെ നമ്മൾ മേടിക്കുന്നതാണ്. 30 ദിർഹംസ് ചാർജ് ചെയ്ത് ഏകദേശം നാട്ടിൽ 650-700 രൂപ. അത് പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇപ്പോൾ ഇവർ എത്ര ക്ലോസ് പിടിക്കുന്നതുകൊണ്ടാണ് ഇവരെന്നെ ഇത്തിരി സ്ലോവിൽ കറങ്ങുന്ന പോലെ തോന്നുന്നത്. പക്ഷേ സംഭവം നല്ല സ്പീഡിലാണ് കറങ്ങണേ. പിന്നെ ആ ഒരു ഗ്ലോബൽ വില്ലേജ് മുഴുവൻ ഇങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ കാണാം. ഇത് ഫയർ വർക്കൊക്കെ നടക്കുന്ന ടൈമിൽ ഈ റൈഡുമ്പോൾ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫയർ വർക്കൊക്കെ കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ നമ്മൾ കയറിയ സമയത്ത് അങ്ങനെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ണടച്ചിരുന്നതിനൊന്നും കണ്ടില്ല. റെജി കണ്ടുവല്ലോ. അതിനെ നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെവിടെ മെഷീനിൽ വെക്കാനുണ്ടോ. അപ്പോൾ നമുക്കൊരു റെസിപ്റ്റ് വരാം. അത് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ വീഡിയോ കിട്ടും. അടുത്തത് ആൻമേരിയും സാവിയും കൂടിയിട്ടേ ഈ റൈഡിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഈ റൈഡ് ഓൾമോസ്റ്റ് കഴിയാറായ സമയത്ത് സാവിയെ കണ്ടേ. അപ്പോൾ ഇത് ഇത്രയും മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഫുള്ള് കറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലും പറഞ്ഞ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റെജിയും ആൻമേരിയും ഈ റൈഡിന് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 തവണ ഇത് ഓൾമോസ്റ്റ് മുകളിൽ പോയിട്ട് സ്റ്റോപ്പായ പോലെ നിൽക്കും ചെയ്യും. ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന സമയത്ത് തന്നെ ഇതൊരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ചെയ്യാനല്ലേ. അപ്പോൾ അതൊരു കിടിലൻ റൈഡായിരുന്നു. ചോദിക്കാൻ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒരു ഭയം. വലിയ വീല് കയറാൻ പോട്ടാ. ഫെസ്റ്റിവൽ വീൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി ഒരു ഫാമിലിക്ക് 110 പോയിന്റ് എന്ന് പറയട്ടാ. 110 പോയിന്റ് എന്ന് പറഞ്ഞാൽ 110 പറഞ്ഞു. ഈ സാധനം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള പോണതാണ്. സകല പേടിയുള്ള സാധനങ്ങളിലും കയറണുണ്ടോ നമുക്ക്. അപ്പോൾ നമ്മളെ കയറിയിട്ട് വരാം. ഓർഡർ താങ്ക് യു. നല്ലോടെ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടിരിക്കട്ടാ. ലൈറ്റ് ഇട്ടിരുന്നുള്ള വീഡിയോ നല്ല അടിപൊളിയായിട്ട് കാണാം നമുക്ക്. സൂപ്പറായില്ലേ. പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ മുകളിൽ കയറുമ്പോൾ ആവിയോ മുകളിലേക്കൊക്കെ പോണ്ടിട്ടാ നോക്കിയേ. ജാതി ഹൈറ്റിൽ പോണ്ടിട്ടത്. ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ വ്യൂ കേട്ടോ മക്കളെ. കിടിലൻ വ്യൂ ആയിട്ടില്ലേ. ഹോൾ ഗ്ലോബൽ വില്ലേജ് നമുക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ ഒരു ആട്ടൊക്കെ ഉണ്ടേനെ കണ്ടാ. ഗ്ലോബൽ വില്ലേജിന്റെ മൊത്തം വ്യൂ കണ്ടാ. മറ്റേല് കാണുന്ന വ്യൂ ഒന്നും നല്ലട്ടാ, ഒന്നും അല്ലത്. സൂപ്പറല്ലേ. ഗ്ലോബൽ വില്ലേജിന്റെ ഏറ്റവും ഹൈറ്റിലുള്ള റൈഡുകളിൽ ഒന്നാട്ടത്. ഇതിന്റെ അപ്പുറത്ത് ഒരു പെൻഡുലം പോലെ മുകളിലേക്ക് പോകുന്ന സാധനം കാണാനില്ലേ, ഒരു വടി ഇങ്ങനെ പൊന്തണത്. അപ്പുറത്ത് മൊത്തം വ്യൂ ട്ടാ. ആണ് ഗ്ലോബൽ വില്ലേജ് മക്കളെ. ദുബായ് ഗ്ലോബൽ വില്ലേജ് സൂപ്പറായിട്ടില്ലേ. മൊത്തം ലൈറ്റ് മയാണ്. നമുക്കിവിടെ നിന്ന് നേരെ നോക്കിയാൽ ജപ്പാന്, ചൈന, തായ്ലാൻഡ്, മലേഷ്യൻ്റെ ഒക്കെ കാണാണ്ട്. ഇവിടെ ഫുള്ള് ഗെയിമിൻ്റെ സെക്ഷൻ ആട്ടാ. താത്തിക്ക് ഇറങ്ങി തുടങ്ങിയില്ലേ. കാരണം നമ്മളേ വീലിൻ്റെ റൈഡൊക്കെ അതിൻ്റെ താത്തിക്ക് ഇറങ്ങാൻ പോട്ടാ. അതെയോ ചടിച്ചടി ഇറങ്ങി. അടുത്ത് നമ്മൾ ഈ പൊട്ടാറ്റോൻ്റെ ഒരു പ്രൈസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വടിയുമുള്ള പൊട്ടാറ്റോ. എങ്ങനെയുണ്ട്? ചൂടുണ്ടല്ലേ. I repeat, if you'd like to go up, please push the bar. Push the bar to go up. ഇത് നമ്മളെ തായ്ലാൻഡ് പവലിയൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കണം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ജപ്പാനുണ്ട്. ജപ്പാനിൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അല്ലേ? നമ്മൾ ഈ തായ്ലാൻഡിൻ്റെ വന്നിട്ട് ജാപ്പനീസ് ഡെസേർട്ട് പഠിച്ചാട്ടോ. ഐസ്ക്രീമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. കുറേ കിടിലൻ വെറൈറ്റി ഓപ്ഷനുകൾ അവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് എല്ലാവരും ആകർഷിക്കുന്നത് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. ഐസ്ക്രീമിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പുക വന്നിട്ട് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊടി പോലെയുള്ള ഒരു ഐസ്ക്രീമാണ്. നമ്മൾ നോർമലി കഴിച്ചിട്ടുള്ള ഒരു ടൈപ്പല്ല. പക്ഷേ ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് ആവറേജ് ടേസ്റ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ. വൺസിന് ട്രയൽ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ജാപ്പനീസ് ഐസ്ക്രീം കഴിച്ചു നോക്കാൻ മറക്കണ്ട കേട്ടോ. തായ്ലാൻഡിൻ്റെ ഉള്ളിൽ മാങ്ങ മാത്രമല്ല ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരു കടയിൽ വന്നു കേട്ടോ. തായ്ലാൻഡ് തായ് ഫ്രൂട്ട്സ് അടിപൊളിയായില്ലേ? കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ചാമ്പക്ക, പേരക്ക, മാങ്ങ, ആപ്പിള്, പൈനാപ്പിള്, ചുമന്ന കളർ മാങ്ങ നോക്കി. ഏതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിലെത്തി, ജപ്പാൻ്റെ മുമ്പിലെത്തി. ഇത് റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരു കംപ്ലീറ്റ് സ്ട്രീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ക്യാമറയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട് അവർ. ഇതിൻ്റെ ഉള്ളിൽ തായ്വാന്, ശ്രീലങ്ക, മലേഷ്യ, ജപ്പാന്, അമേരിക്ക, റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് രാജ്യങ്ങളുടെ പ്രോഗ്രാമുകളും സ്റ്റോളുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബോസ്നിയൻ കബാബാണ് കേട്ടോ. അടിപൊളിയായില്ലേ? വേടാ മസിൽസ് സ്പൈസി ഉള്ളത് കഴിക്കാൻ വന്നത് കേട്ടോ. ഇവരിങ്ങനെ ഒരു ഗ്രില്ലിൻ്റെ കമ്പിയുടെ മുകളിൽ ഓരോ വെറൈറ്റി മസിൽസ് ഇങ്ങനെ നിരത്തി വയ്ക്കാൻ കേട്ടോ. അത് വെച്ച് അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ അതിനങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇതുപോലത്തെ സോസൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഫില്ലാക്കാം കേട്ടോ. അടിപൊളിയായില്ലേ? ഇനി കഴിച്ചോ കേട്ടോ. അങ്ങനെ ഉണ്ട് കേട്ടോ. 485. കഴിഞ്ഞ വർഷം നമുക്ക് ലെമണൊന്നും കിട്ടിയില്ലല്ലേ? താങ്ക് യു. നമ്മളേ മസിൽസിൻ്റെ പ്ലേറ്റ് മേടിച്ച് നേരത്തെ കണ്ടില്ലേ? അതിപ്പോൾ കഴിച്ചു നോക്കാൻ പോട്ടാ. അങ്ങനെ മൊത്തമില്ലടാ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കടാ. അതെടുക്കുക. അങ്ങനെ എടുക്ക്. എന്നിട്ട് അത് വായിലിട്. മൊത്തം ഒറ്റടി വായിലിട്. അടി 1 2 3 ബൂം ഫുള്ളിട്. അത് കടിച്ച് തന്നെ മുണങ്ങരുതരാ. കടിച്ചിടണം ടേസ്റ്റില്. ഓ ലവ്ലി. അവിടെ ഇരുന്ന് കടിച്ചെടുത്തിന്.